എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ 7:30 ശനിയും കണ്ടക ശനിയും അവസാനിച്ചുകൊണ്ട് ജീവിതത്തിലെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഫലം ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, അശ്വതി നക്ഷത്ര ജാതകർക്ക് ദോഷങ്ങൾ അവസാനിച്ചുകൊണ്ട് ഭാഗ്യത്തിൻ്റെ പരകോടിയിൽ എത്തുന്ന ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പലവിധ ആപത്തുകളും ഇനി ഒഴിവായി പോകും. പല കലഹങ്ങൾക്കും അവസാനം കണ്ടു തുടങ്ങും. ധനനേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. തൊഴിൽ രംഗം ലാഭകരമാകും. വ്രണങ്ങൾ, അർശോരോഗം, വാതബന്ധിയായ വേദനകൾ ഇവയ്ക്ക് സാധ്യത കൂടുതലാണ്. മനസ്സിന് ആഘാതം ഏൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വിവാഹ ആലോചനകൾക്ക് തടസ്സങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങളും മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിച്ചു കിട്ടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. സഹോദര അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാൻ തന്നെയാണ് സാധ്യതകൾ. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി തുടങ്ങും. ആനുകൂല്യങ്ങൾക്കുള്ള കാലതാമസം നീങ്ങിവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ മാറിക്കിട്ടും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ഈ കാലഘട്ടത്തിൽ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ധനപുഷ്ടി ഉണ്ടാകും. നല്ല കർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കാൻ സാധിക്കും. പലവിധ നല്ല അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ അതിജീവിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചമായിരിക്കും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിക്കാം. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ബന്ധുജനങ്ങളുടെ വിരോധം കുറഞ്ഞു തുടങ്ങും. സേവന പ്രവർത്തകർക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ മാറി തുടങ്ങും. ശനിദോഷം മൂലം ഏറെ ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്നൊരു മാറ്റം കണ്ടു തുടങ്ങുകയാണ്. ഇനി ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട്. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ടതകൾ നീങ്ങും. ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും. പൊതുവെ കലഹസ്വഭാവം ആയിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം കണ്ടു തുടങ്ങും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ കഴിയും. ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്രകൾ ഈ സമയത്ത് ആവശ്യമായിട്ട് വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്കർ ആകാതിരിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരരുടെ സഹായം ലഭിക്കും. വാതബന്ധിയായ വേദനകൾ അതിജീവിക്കും. കമിതാക്കളുടെ ആഗ്രഹവും സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം.
വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും വരുന്നത്. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ടും ശ്രമിക്കാം. സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറും. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയ്ക്ക് സാധ്യതയുണ്ട്. കാര്യസാധ്യങ്ങളും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ പ്രതീക്ഷിച്ചതിലും ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം നടത്താനായിട്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം വരികയും മനോവിചാരം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. എല്ലാവരോടും ഉള്ള കലഹ മനോഭാവം കുറയും. ധനനേട്ടങ്ങൾ ഉണ്ടാകും. വ്യായാധിക്യം മൂലം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് എല്ലാ പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യത്തോടെ നേരിടാൻ സാധിക്കും. സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ ഒന്ന് ശ്രമിക്കുക. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. ജീവിതം തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് വളരെ കുറവായിരിക്കും. തീപ്പൊള്ളൽ, വീഴ്ച ഇവ ശ്രദ്ധിക്കണം. അസമയത്തെ ഭക്ഷണം ഒഴിവാക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സഹോദരങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധങ്ങൾ നല്ല നിലയിൽ ആയിരിക്കും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ശരീരക്ലേശങ്ങളും മാറിത്തുടങ്ങും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ വിട്ടൊഴിയും. ചെയ്യുന്ന പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തും. ബന്ധുജനങ്ങളോടുള്ള കലഹം മാറിത്തുടങ്ങും. കാര്യസാധ്യത്തിനായി ഓഫീസിലും മറ്റും പോകുമ്പോൾ സംസാരത്തിൽ സംയമനം പാലിക്കണം. നാൽക്കാലി വളർത്തലിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ സ്തംഭനം ഉണ്ടാകും. സാമ്പത്തിക രംഗം ഉയർന്നും താഴ്ന്നും വരും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. കഴുത്തിന് മുകളിലുള്ള അംഗങ്ങളിലെ അസുഖങ്ങൾ കൂടുതലാകാതെ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യഭദ്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവോണം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ഭാഗ്യം ധനസമ്പത്ത് വർദ്ധിക്കുക എന്നതാണ്. ശനിദോഷം മൂലം സാമ്പത്തിക തടസ്സങ്ങൾ നേരിട്ടവർക്കും വിവാഹ തടസ്സങ്ങൾ അനുഭവിച്ചവർക്കും ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ തന്നെ ഇനി ലഭിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. കടമുറികൾ പണിയാൻ അവസരങ്ങളുണ്ടാകും. സുഖ അനുഭവങ്ങൾക്കുള്ള കുറവുകൾ മാറിക്കിട്ടും. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയും മാറിക്കിട്ടും. ശരീരത്തിന് ബലവർദ്ധനവ് തോതും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. വാക്കുദോഷം കൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പുകൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. പൊതുവെ കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. ചില അകന്ന ബന്ധുക്കൾക്ക് ദുഃഖ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. ചിലവുകളെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ദുഃഖിക്കാതിരിക്കുക. തൊഴിൽ രംഗത്ത് ചില അപ്രതീക്ഷിത അംഗീകാരങ്ങൾ തേടിയെത്തും. സൽക്കർമ്മങ്ങൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അർശോരോഗം ഇവ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദൂരദേശ യാത്രകൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സ്വജനങ്ങളോട് വേർപെട്ട് കഴിയുന്നവർക്കും ഒരുമിച്ച് താമസിക്കാൻ അവസരങ്ങൾ ലഭിക്കും. ചില വിശേഷപ്പെട്ട ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കുക. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും.
ബന്ധുജന സഹായം ലഭിക്കും. തൊഴിൽ സ്ഥലത്തും വീട്ടിലും അഗ്നിബാധയ്ക്ക് സാധ്യതകൾ കാണുന്നു. ദോഷപരിഹാരമായിട്ട് ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.